അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റായ ലെറ്റർ ടു ഗോഡ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ദ പ്ലഷർ ഓഫ് റെയിൻ, ദ നൈറ്റ് ഓഫ് സോറോ എന്നീ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്, അത് കാണുമല്ലോ. ഇന്ന് നമുക്ക് ന്യൂസ് റിപ്പോർട്ട് റൈറ്റിങ്ങും ലഞ്ചോ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്ന ഭാഗവും അതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കാം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 44-ാമത്തെ പേജിലെ ഒരു ആക്ടിവിറ്റിയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ്. എ ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയിഡ് ദ ക്രോപ്സ് ഇൻ ലെഞ്ചോസ് വില്ലേജ്. ലെഞ്ചോയുടെ വില്ലേജിലെ വിളകളെല്ലാം ആലിപ്പഴം വന്ന് നശിച്ചു. ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. അവിടുത്തെ ഒരു ന്യൂസ് പേപ്പറിൽ ഇത് വാർത്തയായി വന്നു. പ്രിപ്പയർ ദ ലൈക്ലി റിപ്പോർട്ട്. അതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ദ ഹെഡ്ലൈൻ ഈസ് ഗിവൺ ഫോർ യു. അതിൻ്റെ ഹെഡ്ലൈൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ക്രോപ്സ്. ആലിപ്പഴങ്ങൾ വിളകൾ നശിപ്പിച്ചു. ലെഞ്ചോയുടെ കഥയിൽ നടന്ന സംഭവങ്ങൾ ഒരു പത്രത്തിൽ വാർത്തയായി വന്നാൽ എങ്ങനെയിരിക്കും? ഒരു പത്രവാർത്ത നമ്മൾ എങ്ങനെ തയ്യാറാക്കും? അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ലെഞ്ചോയുടെ കഥയിലേതുപോലെ ഡൽഹിയിൽ ഒരു കനത്ത മഴ ഉണ്ടാവുകയും അവിടെ വെള്ളപ്പൊക്കം വരികയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പത്രവാർത്ത നമുക്കൊന്ന് നോക്കാം. ഹെവി റെയിൻഫാൾ, സിറ്റി റോഡ്സ് അണ്ടർ വാട്ടർ. കനത്ത മഴ, നഗരത്തിലെ റോഡുകൾ വെള്ളത്തിനടിയിലായി. ന്യൂഡൽഹി, ഓഗസ്റ്റ് 18. ന്യൂഡൽഹി, ഓഗസ്റ്റ് 18. ദ സിറ്റി ലാസ്റ്റ് ഡേ സോ എ വെരി ഹെവി റെയിൻഫോൾ. നഗരത്തിൽ ഇന്നലെ കനത്ത മഴയാണ് ഉണ്ടായത്. ദ സിറ്റി ലൈഫ് വാസ് ടോട്ടലി പാരലൈസ്ഡ്. നഗരജീവിതം മുഴുവനായും സ്തംഭിച്ചു. 2 people lost their lives and around 148 people lost their houses and belongings. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 148ഓളം ആളുകൾക്ക് വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടു. The public market and living areas in Old Delhi are in water. ഓൾഡ് ഡൽഹിയിലെ പബ്ലിക് മാർക്കറ്റും ആളുകൾ താമസിക്കുന്ന സ്ഥലവുമെല്ലാം വെള്ളത്തിനടിയിലായി. പോലീസ് റെസ്ക്യൂഡ് അറൌണ്ട് 2400 people from water flooded areas. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും 2400ഓളം പേരെ പോലീസ് രക്ഷിച്ചു. ട്രെയിൻ സർവീസ് ആൻഡ് ബസ് സർവീസ് were disrupted by the flood. പ്രളയം മൂലം ട്രെയിൻ ഗതാഗതവും ബസ് ഗതാഗതവും എല്ലാം താറുമാറായി. ഒരു പത്രവാർത്തയ്ക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ എലമെന്റ്സ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഹെഡ്ലൈൻ, തലക്കെട്ട്. പ്ലേസ്, സ്ഥലം, സംഭവം നടന്ന സ്ഥലം. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, സംഭവം റിപ്പോർട്ട് ചെയ്ത തീയതി. വാട്ട് ഹാപ്പൻഡ് ആൻഡ് അതർ ഡീറ്റെയിൽസ്, എന്താണ് സംഭവിച്ചത് എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നമ്മൾ ഇപ്പോൾ കണ്ട വാർത്ത നോക്കൂ. ഇതിൽ ഏതാണ് ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട്? ഹെവി റെയിൻഫാൾ, സിറ്റി റോഡ്സ് അണ്ടർ വാട്ടർ. ചെറുതും എന്നാൽ വ്യക്തവുമായ തലക്കെട്ട്. ഈ വാർത്ത എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി, അതാണ് പ്ലേസ്. ഈ വാർത്ത എന്നാണ് റിപ്പോർട്ട് ചെയ്തത്? ഓഗസ്റ്റ് 18, അതാണ് ഡേറ്റ്. തലക്കെട്ടും സ്ഥലവും തീയതിയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് നടന്ന സംഭവങ്ങൾ എഴുതാം. വാട്ട് ഹാപ്പൻഡ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഇനി വാർത്തയുടെ ആദ്യ വാചകം നോക്കൂ. ദ സിറ്റി ലാസ്റ്റ് ഡേ സോ എ വെരി ഹെവി റെയിൻഫോൾ. വാർത്ത റിപ്പോർട്ട് ചെയ്തു വന്നത് എന്നാണ്? ഓഗസ്റ്റ് 18 അപ്പോൾ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 17 ആണ്. ഓഗസ്റ്റ് 17 അവിടെ ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത്. നമ്മൾ ഇന്നത്തെ പത്രത്തിൽ വായിക്കുന്നത് ഇന്നലെ നടന്ന സംഭവങ്ങളാണല്ലോ. ഇതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങൾ, അതായത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത് എന്നീ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും എഴുതണം. ഇനി നമുക്ക് ലെഞ്ചോയുടെ കഥയിലേക്ക് തിരിച്ചു വരാം.
ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ലെഞ്ചോയ്ക്കുണ്ടായ അനുഭവം നമ്മൾ എങ്ങനെ ഒരു വാർത്തയാക്കും? വാർത്തയുടെ തലക്കെട്ട് അഥവാ ഹെഡിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ക്രോപ്സ്. ഇനി വേണ്ടത് പ്ലേസ് ആൻഡ് ഡേറ്റ് ആണ്. എവിടെയാണ് ഈ സംഭവം നടന്നത്? ഒരു ഹിൽസൈഡ് വാലിയിലാണ് അല്ലേ? ലെഞ്ചോയുടെ ഈ കഥ എഴുതിയത് ഒരു മെക്സിക്കൻ നോവലിസ്റ്റായ ഗ്രിഗോറിയോ ലോപ്പസ് ആണ്. അതുകൊണ്ട് നമുക്ക് സ്ഥലം മെക്സിക്കോ എന്ന് വെക്കാം. തീയതി നമുക്ക് ഈ ക്ലാസ് നടന്ന തീയതി തന്നെ വെക്കാം, October 14th. വാർത്ത എഴുതുമ്പോൾ സ്ഥലവും തീയതിയും സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാം. ഇനി നമുക്ക് വാർത്ത എഴുതി തുടങ്ങാം. The valley last day saw a very heavy rainfall and hailstorm. താഴ്വരയിൽ ഇന്നലെ കനത്ത മഴയും ആലിപ്പഴം വീഴ്ചയും ഉണ്ടായി. എവിടെയാണ് ആലിപ്പഴം വീഴ്ച ഉണ്ടായത്? താഴ്വരയിൽ. അപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി അല്ലേ? അതുപോലെ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് കിട്ടിയല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഹെവി റെയിൻഫോൾ ആൻഡ് ഹെയിൽസ്റ്റോം. എപ്പോഴാണിത് സംഭവിച്ചത്? ലാസ്റ്റ് ഡേ, അതായത് കഴിഞ്ഞ ദിവസം. ഇറ്റ് ലാസ്റ്റഡ് ഫോർ ആൻ അവർ. അത് എത്ര സമയം നീണ്ടുനിന്നു? അത് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? The crops in the fields were totally destroyed. വയലിലെ വിളകൾ മുഴുവനായും നശിച്ചു. ഹെയിൽസ്റ്റോമിന് ശേഷം ആ സ്ഥലം കണ്ടാൽ എങ്ങനെയായിരിക്കും? The cornfield was white as if covered with salt. ഉപ്പുകൊണ്ട് പൊതിഞ്ഞ പോലെ ആ ചോളപ്പാടം മുഴുവൻ വെള്ള നിറത്തിലായി. ഇത് എങ്ങനെയാണ് അവിടുത്തെ ആളുകളെ ബാധിച്ചത്? ആരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്? The farmers in the valley were expecting for a rain to get a good crop. അവിടെ കർഷകരായിരുന്നു ജീവിച്ചിരുന്നത്. അവർ ഒരു നല്ല മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. But the hailstorm destroyed all their crops and hopes. പക്ഷേ ഈ ആലിപ്പഴം വീഴ്ച അവരുടെ വിളകളെയും അതോടൊപ്പം അവരുടെ പ്രതീക്ഷകളെയും നശിപ്പിച്ചു. ഇതുവരെ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഈ വാർത്ത എഴുതുന്ന ആൾ അല്ലെങ്കിൽ റിപ്പോർട്ടർ അവിടെ കണ്ട കാര്യങ്ങളാണ്. ഇനി അവിടുത്തെ കർഷകരുടെ അനുഭവങ്ങൾ നമുക്ക് എഴുതാം. അവിടെ നമുക്കറിയാവുന്ന കർഷകൻ ആരാണ്? ലെഞ്ചോ ആണല്ലേ. ഈ സംഭവത്തെക്കുറിച്ച് ലെഞ്ചോ എന്തായിരിക്കും റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ടാവുക? My cornfield was totally destroyed. This year we will have no corn. There is no one to help us. We will all go hungry this year. The only one hope is help from God. Lenjo, a farmer in the valley, said. ഇതിൽ സംഭവം നടന്ന സ്ഥലത്തെ ഒരു ചിത്രം കൂടി ചേർക്കുമ്പോൾ ഒരു പത്രവാർത്തയായി. ലെഞ്ചോയുടെ വാർത്ത മെക്സിക്കോയിലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്താൽ ഏതാണ്ട് ഇതുപോലിരിക്കും. വിള നശിച്ചപ്പോൾ ലെഞ്ചോയ്ക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. അറ്റ് ദ പോസ്റ്റ് ഓഫീസിൽ ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. ലെഞ്ചോ അതിശക്തനായ ഒരു മനുഷ്യനായിരുന്നു. ഓക്സ് ഓഫ് എ മാൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആൾ, ബലവാൻ എന്നാണ് അർത്ഥം. വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്, പാടത്ത് പണിയെടുക്കുന്ന മൃഗങ്ങളെ പോലെ കഠിനാധ്വാനിയുമായിരുന്നു. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എങ്കിലും അയാൾക്ക് എഴുതാനൊക്കെ അറിയാമായിരുന്നു. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ആലിപ്പഴം വീണതിൻ്റെ അടുത്ത ഞായറാഴ്ച അറ്റ് ഡേ ബ്രേക്ക്, രാവിലെ, ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ, മോർണിംഗ് എന്നാണ് അർത്ഥം. ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അയാൾ ഒരു കത്തെഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തിനുള്ള ഒരു കത്തായിരുന്നു. എന്താണ് ലെഞ്ചോയുടെ കത്തിലുണ്ടായിരുന്നത്? ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. നീ സഹായിച്ചില്ല എങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം പട്ടിണിയാകും. ഐ നീഡ് എ 100 pesos in order to sow my field again and to live until the
crop comes. എൻ്റെ വയൽ ഉഴുതുമറിക്കുന്നതിനും വിളകൾ വീണ്ടും ഉണ്ടായി വരുന്നതുവരെ ജീവിക്കുന്നതിനും എനിക്ക് 100 pesos ആവശ്യമാണ്. Because of the hailstorm you sent, everything is lost. നീ അയച്ച ആലിപ്പഴങ്ങൾ കാരണം എല്ലാം നശിച്ചു. Hopefully waiting. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ലെഞ്ചോ. ഇവിടെ പെസോസ് എന്ന് പറയുന്നത് മെക്സിക്കോയിലെ കറൻസിയാണ്. നമുക്ക് രൂപ എന്ന് പറയുന്നത് പോലെ മെക്സിക്കോയിൽ പെസോസ് ആണ് പൈസയായി ഉപയോഗിക്കുന്നത്. He wrote to God on the envelope and went to the town. കത്തിൻ്റെ എൻവലപ്പിൽ കവറിൽ നമ്മൾ അഡ്രസ്സ് എഴുതുമല്ലോ, ആ സ്ഥാനത്ത് ടു ഗോഡ് എന്നാണ് ലെഞ്ചോ എഴുതിയത്. അങ്ങനെ എഴുതി ആ എൻവലപ്പുമായി അയാൾ ടൗണിലേക്ക് പോയി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് he pasted a stamp on the letter and dropped it into the mailbox. അയാൾ പോസ്റ്റ് ഓഫീസിലെത്തി, ആ കത്തിൽ സ്റ്റാമ്പ് ഒട്ടിച്ചു, അത് മെയിൽ ബോക്സിൽ ഇട്ടു, തപാൽ പെട്ടിയിൽ ഇട്ടു. ഇനി ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ലെഞ്ചോ? ലെഞ്ചോ എന്ന കർഷകനെ ഓതർ, അതായത് ഈ കഥ എഴുതിയ ആൾ എങ്ങനെയാണ് വിവരിക്കുന്നത്? ദി ഓതർ ഡിസ്ക്രൈബ്സ് ലെഞ്ചോ ആസ് ആൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആൻ അനിമൽ ഇൻ ദ ഫീൽഡ്സ്. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. കഥാകാരൻ ലെഞ്ചോയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്സ് ഓഫ് എ മാൻ, അതായത് സ്ട്രോങ് മാൻ, പാടത്ത് പണിയെടുക്കുന്ന മൃഗത്തെ പോലെ കഠിനാധ്വാനിയും ശക്തനുമായ മനുഷ്യൻ എന്നാണ്. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എങ്കിലും അയാൾക്ക് എഴുതാൻ അറിയാമായിരുന്നു. വൈ ലെഞ്ചോ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഓക്സ് ഓഫ് എ മാൻ? ലെഞ്ചോയെ ആൻ ഓക്സ് ഓഫ് എ മാൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ലെഞ്ചോ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഓക്സ് ഓഫ് എ മാൻ to denote his strength and willpower to work. അയാളുടെ ശരീരത്തിൻ്റെ ശക്തിയും ജോലി ചെയ്യാനുള്ള അയാളുടെ മനസ്സിൻ്റെ ശക്തിയും കാരണമാണ് അയാളെ an ox of a man എന്ന് പറഞ്ഞിരിക്കുന്നത്. He used to work very hard like an animal in order to cultivate and harvest his crops. അയാളുടെ വിളകൾ വിളയിക്കുന്നതിനും വിളവെടുക്കുന്നതിനുമെല്ലാമായി അയാൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യും, ഒരു മൃഗത്തെ പോലെ കഠിനാധ്വാനം ചെയ്യും. Therefore he is called so. അതുകൊണ്ടാണ് അയാളെ an ox of a man എന്ന് വിളിച്ചത്. Which expression in the passage tells you that Lenjo wrote the letter early in the morning? ലെഞ്ചോ ആ കത്തെഴുതിയത് രാവിലെയാണ് എന്ന് കാണിക്കുന്ന എന്ത് എക്സ്പ്രഷനാണ് ഈ പാസേജിലുള്ളത്? ദ ഫോളോയിങ് സൺഡേ അറ്റ് ദ ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. പിറ്റേ ദിവസം രാവിലെ അറ്റ് ദ ഡേ ബ്രേക്ക്, അറ്റ് ദ ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മോർണിംഗ്, അതിരാവിലെ എന്നാണ് അർത്ഥം. ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അയാൾ ഒരു കത്തെഴുതാൻ തുടങ്ങി. അറ്റ് ദ ഡേ ബ്രേക്ക് എന്നതാണ് ആ എക്സ്പ്രഷൻ. വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ്? മറ്റാർക്കുമല്ലാതെ ദൈവത്തിനു തന്നെ ലെഞ്ചോ കത്തെഴുതാൻ കാരണം എന്താണ്? ലെഞ്ചോ തോട്ട് ദ ഹെയിൽസ്റ്റോം വിച്ച് ഡിസ്ട്രോയ്ഡ് ഹിസ് ഫീൽഡ് വാസ് സെൻഡ് ബൈ ഗോഡ്. തൻ്റെ വിളകൾ നശിപ്പിച്ച ആലിപ്പഴം ദൈവം അയച്ചതാണ് എന്നാണ് ലെഞ്ചോ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ലെഞ്ചോ കരുതുന്നത്. സോ ഹി റോട്ട് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ് ആസ്കിങ് 100 pesos ഫോർ സോയിങ് ഹിസ് ഫീൽഡ് എഗെയിൻ ആൻഡ് ടു ലിവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ്. അതുകൊണ്ട് നിലമുഴുന്നതിനും വിളകൾ വീണ്ടും ഉണ്ടാകുന്നതുവരെയും അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ 100 peso ദൈവത്തോട് തന്നെ ചോദിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ ദൈവത്തിന് തന്നെ കത്തെഴുതിയത്. ഹിസ് ഓൺലി ഹോപ്പ് വാസ് ദ ഹെൽപ്പ് ഫ്രം ഗോഡ്. അയാളുടെ ഒരേ ഒരു പ്രതീക്ഷ ദൈവത്തിൽ നിന്നുള്ള സഹായമായിരുന്നു. ലെഞ്ചോയുടെ കഥ ഇവിടെയും തീരുന്നില്ല. ലെഞ്ചോ കത്ത് പോസ്റ്റ് ചെയ്തതിനു ശേഷമുണ്ടായ രസകരമായ സംഭവങ്ങൾ ഇനിയൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.